ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ പ്രതിസന്ധി അയയുന്നു. പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരങ്ങളിലെ പുകയണക്കൽ അന്തിമഘട്ടത്തിലാണ്. പുക ഇന്ന് വൈകിട്ടോടെ പൂർണ്ണമായും അണയ്ക്കാനാകുമെന്ന് ജില്ലാ കളക്ടർ NSK ഉമേഷ് പ്രതികരിച്ചു. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്നുയരുന്ന പുക 97% അണയ്ക്കാൻ സാധിച്ചതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. 7 സെക്ടറുകളിലായി നടക്കുന്ന പുകയണക്കൽ അന്തിമഘട്ടത്തിലേക്കെത്തി. ചതുപ്പ് പ്രദേശങ്ങളിലാണ് ഇപ്പോൾ പുകയണച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി അണച്ചതാണ്. ഇപ്പോൾ നിങ്ങൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം സെക്ടർ 1, സെക്ടർ 0 സ്ഥലമാണ്. ഈ സ്ഥലത്തിലും ഓൾറെഡി അണച്ചതാണ്. ഇത് ഒന്നുകൂടി റീഇഗ്നിഷൻ വരുന്നുണ്ട്. എക്സ്പേർട്സ് പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെ ഒരു വലിയ വേസ്റ്റ് ഡംപിൽ ഇതുപോലെ ഒരു ഫുൾ ലെങ്ത്തിൽ ഫയർ ഉണ്ടാവുമ്പോൾ താഴെ പല ലേയേഴ്സ് ഉള്ളതുകൊണ്ടും മീത്തേൻ പോലെ ഗ്യാസസ് ഉള്ളതുകൊണ്ടും അഗെയിൻ റീഇഗ്നിഷൻ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. സോ അതുകൊണ്ട് അഗെയിൻ നമ്മൾ അത് ഇപ്പോൾ അണച്ചു തീർക്കും. പുക അണച്ചതിനു ശേഷം 70 അംഗ സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശം നിരീക്ഷിക്കും. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ നിയോഗിക്കപ്പെട്ട സമിതി പുക അണച്ചതിനു ശേഷം ബ്രഹ്മപുരത്തെത്തുമെന്നും കലക്ടർ പറഞ്ഞു. നഗരത്തിലെ മാലിന്യങ്ങൾ വേർതിരിച്ച് ശേഖരിക്കാൻ കോർപ്പറേഷൻ നടപടി തുടങ്ങിയെന്നും ബ്രഹ്മപുരത്തേക്ക് ജൈവമാലിന്യങ്ങൾ കൊണ്ടുവരുന്നതിൽ തെറ്റില്ലെന്നും കലക്ടർ വ്യക്തമാക്കി. അതേസമയം ബ്രഹ്മപുരത്തും പരിസര പ്രദേശങ്ങളിലുമായി ആരോഗ്യവകുപ്പിന്റെ മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി. കൊച്ചിയുടെ അന്തരീക്ഷത്തിൽ നിന്നും വിഷപ്പുക പതിയെ മായുകയാണ്. ബ്രഹ്മപുരത്തെ പ്രതിസന്ധിക്ക് തൽക്കാലത്തേക്ക് അയവ് വരികയാണ്. എങ്കിലും എങ്ങനെയാണ് ഈ തീപിടുത്തമുണ്ടായത് എന്നത് സംബന്ധിച്ച് വിശദീകരിക്കാൻ ഇപ്പോഴും അധികൃതർക്ക് സാധിച്ചിട്ടില്ല. നാളെ ഈ തീപിടുത്തം ഇനി ഉണ്ടാകാതിരിക്കാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കുമെന്ന് കൃത്യമായി വ്യക്തമാക്കാനും മാലിന്യ പ്രശ്നത്തിന് ഒരു കൃത്യമായ ഒരു പരിഹാരം കണ്ടുപിടിക്കാനും ഇനിയും കോർപ്പറേഷനും സർക്കാരിനും കഴിഞ്ഞിട്ടില്ല. ക്യാമറമാൻ നിതിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18 കൊച്ചി.